പക്ഷേ എന്നിട്ട് ഈ നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗമായാലും പ്രസ്താവനകളായാലും നമുക്കതിനകത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വെറുതെ പറയുന്ന ഒന്നും അതിനകത്തില്ല എന്നുള്ളതാണ്. വെറുതെ ഒന്നും അദ്ദേഹം പറയാറില്ല. ഒന്നുകിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് എന്തെങ്കിലും അതിനകത്തൊരു സാധനം അദ്ദേഹം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണെന്നല്ലോ നമുക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടുള്ളത്. മോദിയുടെ ഒരു പ്രത്യേകത, ഒരു കാര്യം, ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ തന്നെ ആ പ്രസ്താവനയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ പ്രസ്താവനയിൽ കൂടി വന്ന കാര്യം പ്രത്യക്ഷത്തിലുണ്ടാവും. പിന്നെ അത് ഉണ്ടാക്കുന്നു, അത് കാണും, നമ്മൾ ചെല്ലുമ്പോഴേ കാണും. അല്ലാതെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകുമ്പോൾ നോക്കിയിരിക്കണ്ട. ഇന്ന സാധനം വിപണിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ കാണും. നേരെ നാപ്കിൻ്റെ കാര്യം വന്നപ്പോൾ അദ്ദേഹം പ്രസ്താവന ഇറക്കി ചെന്ന് നോക്കുമ്പോൾ അതുണ്ട് എന്ന് പറഞ്ഞ പോലെ. ഇന്നലെ 90 മിനിറ്റ് ചരിത്ര പ്രശസ്തമായിട്ടുള്ള പ്രസംഗം അദ്ദേഹം ആഗസ്റ്റ് 15 നടത്തിയിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട 4-5 പോയിന്റുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ്. നിരന്തരമായിട്ട് പറയുന്നത് പോലെയല്ല. സ്ത്രീ സുരക്ഷ വളരെ കർശനമായിട്ട് സംസ്ഥാനങ്ങൾ നമ്മുടെ പുതിയ നിയമത്തിനനുസരിച്ച് നടപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമസംഹിതയ്ക്കകത്ത് സ്ത്രീയെ ഉപദ്രവിക്കുന്നതും പീഡനവും ഒക്കെ വളരെ കർക്കശമായ നിയമം, വളരെ ബലവത്തായ നിയമം. പക്ഷേ അത് ആ നിയമം സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് എടുക്കുന്നതിനോ അത് കൊണ്ടുവരുന്നതിനോ ഒന്നും പല സംസ്ഥാനങ്ങളും തയ്യാറാവുന്നില്ല. ഇന്നലത്തെ പ്രസ്താവനയ്ക്കകത്ത് ഏറ്റവും അവസാനം പശ്ചിമബംഗാളിലെ ഡോക്ടറുടെ മരണം മോദി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം, നമ്മൾ നിരന്തരം പോരാട്ടത്തിലാണ്. അത് സന്ധിയില്ലാത്ത പോരാട്ടം, അത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അഴിമതിക്കെതിരെ ശ്രദ്ധിച്ചോണം, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം. അത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ അഴിമതിക്കെതിരെ പറഞ്ഞുകൊണ്ടാണ് മോദി അധികാരത്തിൽ വരുന്നത്. ജോണിനറിയാമല്ലോ, ഈ 10 കൊല്ലത്തെ മൻമോഹൻ സിംഗിൻ്റെ ഏറ്റവും അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് വരുന്നതിൻ്റെ മുമ്പത്തുള്ള 10 കൊല്ലമാണ് കൃത്യമായിട്ട് അദ്ദേഹം അഴിമതി, ആ 10 കൊല്ലത്തെ അഴിമതിയാണ് എടുത്തു കാണിച്ചതും. ആ അഴിമതിക്ക് എതിരെയുള്ള ഒരു ജനവികാരമാണ് മോദി അധികാരത്തിലെത്തി. പക്ഷേ മോദി 10 കൊല്ലം കഴിഞ്ഞപ്പോഴും മോദിയുടെ ഗവൺമെൻറ്റും മോദിയുടെ ഭാഗത്തും ഒരഴിമതിയും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അത് വളരെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അഭിമാനം തോന്നുന്നൊരു വിഷയമാണ്. പല ആരോപണങ്ങൾ വന്നിട്ടുള്ളപ്പോഴും അതെല്ലാം ശൂന്യമായ ആരോപണം അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടുള്ള ആരോപണം എന്നൊക്കെ വന്നൊരു കാര്യമുണ്ടായി. മാത്രവുമല്ല, നമ്മൾ ഈ ഏജൻസികളെ, അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷം, ഭരണപക്ഷം രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് പറയുമ്പോഴും കഴിഞ്ഞ 10 കൊല്ലത്തിനകത്ത് EDയുടെ കണ്ടെത്തൽ 1 ലക്ഷം കോടിക്കപ്പുറം രൂപ അനധികൃതമായിട്ടുള്ള പണം ED റെയ്ഡിൽ കൂടെ പിടിച്ചെടുക്കുകയാണ്. അതിന് മുമ്പുള്ള 10 കൊല്ലത്തിനകത്തൊക്കെ പിടിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ 15 കൊല്ലത്തെ 5000 കോടി പോലും പിടിച്ചിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലുണ്ട്. പക്ഷേ ഇപ്പം ഇതിനകത്ത് മോദിയുടെ പറച്ചിലിനകത്ത് എല്ലാം തീർക്കാൻ ഒരുങ്ങി മോദി ഇറങ്ങി തീർന്നിട്ടുണ്ട്. കാരണം മോദിക്കെതിരെയുള്ള ഒരു ആരോപണം, ഇപ്പം അന്വേഷണ ഏജൻസി വെച്ച് കേസെടുക്കുന്നു, കേസുകൾ നീണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കുന്നുണ്ട്, ഇവിടുത്തെ ഗോൾഡിൻ്റെ കേസ് അല്ലെങ്കിൽ മറ്റു പല കേസുകളും ED എടുത്തു. ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതെന്താണെന്നറിയാൻ വയ്യാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ അതിന് തീരുമാനം ഉണ്ടാവാത്ത ഒരു കാര്യം. അപ്പം ഈ പറയുന്ന നെറേറ്റീവ്സ് അല്ലെങ്കിൽ ED എടുക്കുന്ന കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണ്, അതിന് തെളിവുകളില്ലാത്തതുകൊണ്ടാണ് കേസ് തീരാത്തത്. അതിന് മാറ്റം വരുത്താനുള്ള തീരുമാനം മോദി ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് പുതിയതായിട്ട്. അതായത് കേസുകൾ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ തെളിവുകൾ ശേഖരിച്ച് കേസുകൾ ക്ലോസ് ചെയ്യുന്നതിനും കേസുകൾക്ക് അകപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ശിക്ഷിക്കപ്പെടേണ്ട ഒരവസ്ഥയിലും അത് 6 മാസത്തിനകം. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വെളിപാട് എന്നതുപോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്നെ ED പൊക്കുമെന്ന്. അതായത് 93-ലെ പത്രവുമായിട്ട് ബന്ധപ്പെട്ട കേസ്, നാഷണൽ ഹെറാൾഡ് കേസ്, ഇദ്ദേഹത്തെ 40 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് വിട്ട് പ്രതിയാക്കിയിട്ടുമില്ല, സാക്ഷിയാക്കിയിട്ടുമില്ല. ഇദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹത്തിനെതിരെ തെളിവുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല. അദ്ദേഹം ആ കേസ് പെട്ടെന്ന് തന്നെ, അത് അന്ന് സുബ്രഹ്മണ്യ സ്വാമി കൂട്ടത്ത BJP ഒന്നും കൊണ്ടതല്ല, സുബ്രഹ്മണ്യ സ്വാമി ഇതിനകത്ത് ഈ നാഷണൽ ഹെറാൾഡ് കേസിനകത്ത് അത് കോൺഗ്രസിൻ്റെ പൊതുവായ ഒരു പത്രമാണ്. ആ പത്രത്തിൻ്റെ 10,000 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ആ ആസ്തി നെഹ്റു അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെയും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയും കയ്യിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള വ്യാജ രേഖകൾ ഉണ്ടാക്കിയത് അവരിൽ എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ്. സുപ്രീം കോടതി പറഞ്ഞു ആ കേസ് അന്വേഷിച്ച് അതിൻ്റെ ഡീറ്റെയിലും കൊടുക്കാൻ. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരും കൊടുത്ത BJP കൊടുത്തോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും കൊടുത്താൽ ഇവരുടെ പ്രചരണം BJP ഇത്തരത്തിലൊരു കേസായി നോക്കും. അതുപോലെ തന്നെ രാജ്യം തകർക്കാനായി വ്യാജ പ്രചരണങ്ങൾ ആര് നടത്തുന്നു അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നെറേറ്റീവ്സ് നമ്മൾ കണ്ടിട്ടില്ലേ, ബ്ലൂ റാട്ടി പോലെയുള്ള അല്ലെങ്കിൽ രാജ്യത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ പ്രചരിപ്പിക്കും. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നതുപോലെ
പ്രചരിപ്പിക്കും. ഇന്ത്യയിലത് വളരെ കാലമായിട്ട് വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലും വിദേശത്ത് വരുന്ന ചില ചാനലുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചില പ്രചരണങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ ആൾക്കാരെ കൺഫ്യൂഷനാക്കി അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ചാനലുകളെ ഉപയോഗിക്കുക, മാധ്യമങ്ങളെ ഉപയോഗിക്കുക. ഇതിനുവേണ്ടി ഈ ഇപ്പം വരുന്നതിന് മുമ്പ് തന്നെ ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളതാണ്. ചാനലുകളെയും അല്ലെങ്കിൽ ഇതുപോലുള്ള യൂട്യൂബുകളെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പ്രതിപക്ഷമൊക്കെ എതിർത്തപ്പോൾ അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി പുതിയതായിട്ട് ആ നിയമം വളരെ പെട്ടെന്ന് കൊണ്ടുപോയി. ഇനിയും രാജ്യവിരുദ്ധ പ്രവർത്തനം, അതായത് ഇല്ലാത്ത കാര്യം പ്രചരിപ്പിക്കുന്നവരെ കർക്കശമായിട്ട് നടപടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമെന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത്. 2047 ആകുമ്പോഴത്തേന് ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യ എത്തിക്കും. ആ ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ ഇന്ത്യക്കാരും അഭിമാനം കൊള്ളണം എന്നും കൂടി പുള്ളി പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാനീ പറഞ്ഞത് ഈ 4-6 പ്രസ്താവന കൊണ്ട് പ്രതിപക്ഷം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്ക് തടയിടുന്നതിന് വേണ്ടി കൂടി നരേന്ദ്രമോദി ഇത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. കാരണം നരേന്ദ്രമോദിയുടെ മൂന്നാമത് അധികാരത്തിൽ വന്നപ്പോൾ നരേന്ദ്രമോദി സ്ഥിരതയില്ലാത്ത, മറ്റ് 10 കൊല്ലം ഭരിച്ചതുപോലെ ഭരിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ് ആകുമെന്ന് ഇന്നലെ വരെ പ്രചരിപ്പിച്ചിരുന്നവർക്ക് ഇനി അത് പ്രചരിപ്പിക്കാൻ അവസരമില്ലാത്ത രീതിയിലേക്ക് നരേന്ദ്രമോദി അടിവരയിട്ട് പറയുന്ന ഒരവസ്ഥയുണ്ടായി. അതായത് ഞങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം പ്രവർത്തിച്ച അതേ രീതിയിൽ ഞങ്ങൾ പറഞ്ഞ ഈ 5 കൊല്ലവും ജനങ്ങളോട് പറഞ്ഞ മാനിഫെസ്റ്റോ അനുസരിച്ച് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുമെന്ന് എണ്ണി പറയുന്നതിന് വേണ്ടി ഈ 90 മിനിറ്റ് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഈ നമ്മുടെ നിയമം, ഈ പൊതു നിയമം, ഏകീകൃത സിവിൽ കോഡിന് അദ്ദേഹം ഇന്നലെ ഒരു പേര് തന്നെ മാറ്റി. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സർക്കുലർ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഇത് ചില താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള നിയമം, ഒരു താല്പര്യത്തിനനുസരിച്ചുള്ള നിയമമല്ല. ഇന്ത്യയിലെ ജനങ്ങൾക്ക് പൊതുവായ ഒരു നിയമം വേണം. അത് ചില പ്രത്യേക വിഭാഗത്തിന് ശരീഅത്ത് നിയമവും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു നിയമവും ആയിട്ടുള്ള സംവിധാനത്തിൽ കൂടിയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. അതായത് സർക്കുലർ നിയമം എന്ന് പറഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡിൻ്റെ പേര് പോലും ഇന്നലത്തെ പ്രസംഗത്തിൽ മാറ്റിപ്പോകുന്ന ഒരു നരേന്ദ്രമോദിയാണ് നമ്മൾ കണ്ടത്. അതായത് സാധാരണക്കാരന് ഈ വരുന്ന നിയമം, ഇപ്പം നമ്മുടെ സുപ്രീം കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള നിയമം എങ്ങനെ ആയിരിക്കണം, അത് ആ നിയമത്തിൻ്റെ പേര് കേട്ടാൽ പോലും ആ നിയമം എങ്ങനെയായിരിക്കണം, ഒരു രാജ്യത്തിന് അത്തരത്തിലുള്ള നിയമം ആവശ്യകതയുണ്ട്, അല്ലെങ്കിൽ ജനങ്ങളെ വേർതിരിച്ച് കാണാതിരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള നിയമങ്ങൾ ആവശ്യമാണെന്നുള്ള രീതി പറഞ്ഞു പോകുന്ന രീതിയിലേക്ക് മോദി വന്നിട്ടുണ്ട്. മോദി ഇന്നലെ പ്രസംഗിച്ചത് അതുപോലെ തന്നെ വിവിധ വർണ്ണങ്ങളും വർഗങ്ങളും പല രീതിയിലുള്ള സംസ്കാരങ്ങളും ഒത്തിണങ്ങി നിൽക്കുമ്പോഴും ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങളെല്ലാം ഒന്നിച്ചു മുന്നോട്ട് പോയി ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു ഇന്ത്യ ആയിട്ട് മാറിയാൽ മാത്രമേ 2047 നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യ ഉണ്ടാവത്തുള്ളൂ. എവിടെ നിന്നാലും ഏത് ജാതിയായാലും ഏത് സംസ്കാരമായാലും ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ഒരു വികാരമൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യക്കാർ മാറണം. അത് നമ്മളിപ്പോൾ വളരെ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3-ാം സ്ഥാനത്തിലേക്ക് നമ്മൾ സാമ്പത്തികമായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വ്യാവസായികമായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ പട്ടാളത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇങ്ങനെ എല്ലാ രീതിയിലും വളരെ മുന്നേറുന്ന ഒരു ഗവൺമെൻറ്റായിട്ടും, അതുപോലെ തന്നെ ഈ പറഞ്ഞതെല്ലാം ഈ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനിയൊരു ആക്ഷേപം ഉണ്ടാവാതെ വളരെ കൃത്യമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തീർക്കാൻ ഒരുങ്ങിപ്പോകുന്ന ഒരു നരേന്ദ്രമോദി സർക്കാരാണ്. ഈ മൂന്നാമത് ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് മറ്റ് മുമ്പുണ്ടായിരുന്ന 2 സർക്കാരുകളെക്കാട്ടിൽ കരുത്തും ആർജവും ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ പ്രതിപക്ഷം പറയുന്ന പോലെ ഒരു ന്യൂനപക്ഷ സർക്കാരല്ല, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നതിനൊക്കെ വിലങ്ങുതടിയായിട്ട് അവരുടെ വായടച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രസംഗമാണ് ഇന്നലെ കണ്ടത്. അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. BJP മാനിഫെസ്റ്റോയിൽ അനുസരിച്ച് BJPയിലൂന്നി നരേന്ദ്രമോദി വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ഭരണമാണ് വരാൻ പോകുന്നത്. അതിൻ്റെ തുടക്കമെന്നുള്ള ഒരു കഴിഞ്ഞ ദിവസം ഈ വഖഫ് ബോർഡ് ബില്ല് വന്നിട്ടുണ്ട്. ഇനിയും ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടപ്പാക്കി രാജ്യത്തെ 2047 ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുമെന്ന് പറയുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇന്നലെ ആ പ്രസംഗം അല്ലെങ്കിൽ ഉപയോഗിച്ചത്. ഇപ്പോൾ ശക്തനായ ഒരു ഭരണാധികാരിയായിട്ട് നരേന്ദ്രമോദി നേരത്തെ എന്നതുപോലെ നിൽക്കുന്നു. അതിനിയും ആര് പറഞ്ഞാലും ഒന്നും നടക്കത്തില്ല എന്ന് വളരെ കൃത്യമായിട്ട്. കാരണം ഇതുപോലുള്ള ഈ പ്രസംഗങ്ങളിലാണല്ലോ പണ്ട് പ്രധാനമന്ത്രിമാരും വലിയ രാഷ്ട്രപതിമാരും ഒക്കെ രാജ്യത്തെ അഭിസംബോധന. പണ്ടൊക്കെ നമ്മൾ ഞാനൊക്കെ നോക്കിയിരിക്കും, ഇന്ന് നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ പ്രസംഗമുണ്ട്, അപ്പോൾ നമുക്ക് രാജ്യത്തിൻ്റെ പുരോഗതിയുടെ കാര്യം പറയും, രാജ്യത്തിന് അല്ലെങ്കിൽ കേരളത്തിന് എന്തൊക്കെ തരും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തൊക്കെ കൊടുക്കും. അപ്പം ഈ പ്രസംഗം
ഭരണത്തിലേറിയതിന് ശേഷം 2 മാസത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ ഗവൺമെൻറ് എന്തിനു വേണ്ടി നിൽക്കുന്നു, ഈ ഗവൺമെൻറ് എത്ര ശക്തമാണ്, സുശക്തമാണെന്ന് ഇവിടെ അല്ല എന്ന് പറയുന്നവരുടെ മുമ്പിലേക്ക് വളരെ കൃത്യമായിട്ടും ആർജവത്തോടും പറയുന്നതിന് വേണ്ടിയാണ് ഇന്നലെ മോദി തയ്യാറായത്. അതായത് മോദിയുടെ 3ാം ഗവൺമെൻറ് മറ്റു 2 ഗവൺമെൻറ്റുകളിൽ ഒട്ടും പുറകോട്ടാകത്തില്ല, വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് ഈ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ തന്നെ വിചാരിക്കാനേ മാർഗമുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.